മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലിന്റെ നെസറ്റിൽ, അതായത് ഇസ്രായേലിന്റെ പാർലമെന്റിൽ നിന്ന് ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദിയെ അടുത്തിരുത്തിക്കൊണ്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞതിന്റെ പരിഭാഷയാണ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധി മുതൽ അവസാനത്തെ സുഡാപ്പി വരെയുള്ള ആളുകളുടെ മണ്ടക്കടിച്ചുകൊണ്ടാണ് നെതന്യാഹു പ്രസംഗം നടത്തുന്നത്. സകല ഹമാസോളികൾക്കും സകല ജിഹാദികൾക്കും കൊണ്ടുപോയി ഓടാൻ മാത്രം ബെഞ്ചമിൻ നെതന്യാഹു പ്രസംഗം നടത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ രാജ്യത്തോട് കൂറുള്ള ഏതൊരു ഭാരതീയരും അഭിമാനത്തോടുകൂടി കേൾക്കേണ്ട ഒരു പ്രസംഗം കൂടിയാണ്. ഞാൻ ഏതായാലും അദ്ദേഹം പറഞ്ഞ പ്രസംഗത്തിന്റെ പരിഭാഷ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. മിസ്റ്റർ സ്പീക്കർ, നെസറ്റ് അംഗങ്ങൾ, നിങ്ങൾക്കറിയാവുന്നതുപോലെ രാഷ്ട്രതലവന്മാരും പ്രധാനമന്ത്രിമാരും നെസറ്റിലേക്ക് വരുന്നു. ഞങ്ങൾ അവരെ ഊഷ്മളമായി സ്വീകരിക്കുന്നു. ഇത് ഞങ്ങൾക്കെല്ലാവർക്കും എനിക്കും എപ്പോഴും ഒരു വികാരഭരിതമായ നിമിഷമാണ്. നരേന്ദ്ര, എന്റെ പ്രിയ സുഹൃത്തെ, ഇന്നത്തെ നിങ്ങളുടെ സന്ദർശനം എന്നെ വളരെയധികം ആഴത്തിൽ സ്പർശിച്ചു. ഞാൻ നയതന്ത്രജ്ഞനായിരിക്കേണ്ടതിനാൽ അത് എന്നെ കുഴപ്പത്തിലാക്കുമെന്ന് ഞാൻ വിലയിരുത്തുന്നില്ല. പക്ഷേ ഇസ്രായേലിന്റെ ഒരു വലിയ സുഹൃത്ത്, ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള സഖ്യത്തിന്റെ ആവേശകരമായ പിന്തുണക്കാരൻ, അന്താരാഷ്ട്ര വേദിയിലെ ഒരു മികച്ച നേതാവ്, ഞങ്ങളുമായുള്ള നിങ്ങളുടെ സന്ദർശനത്തെക്കാൾ കൂടുതൽ എന്നെ ഒരിക്കലും സ്പർശിച്ചിട്ടില്ല. എന്റെ പ്രിയ സുഹൃത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, നിങ്ങളുടെ വിശിഷ്ട പ്രതിനിധി സംഘത്തിന് ജെറുസലേമിലേക്ക് സ്വാഗതം. നരേന്ദ്ര, എന്റെ പ്രിയ സുഹൃത്ത്, ഞാൻ ഇത് നിസ്സാരമായി പറയുന്നില്ല. നിങ്ങൾ ഒരു സുഹൃത്തിനേക്കാൾ കൂടുതലാണ്. ഒരു സഹോദരൻ എന്ന് ഞാൻ പറയും. പലതരത്തിൽ ഞങ്ങൾ സഹോദരങ്ങളാണ്. നിങ്ങൾ അവസാനമായി ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മെഡിറ്ററേനിയൻ തീരത്തായിരുന്നു. ഞങ്ങളുടെ ഷൂസ് അയച്ചു മാറ്റി വെള്ളത്തിലേക്ക് പോകണമെന്ന് ഞാൻ നിർദ്ദേശിച്ചു. ഞങ്ങൾ ഉപ്പുവെള്ളം നീക്കം ചെയ്യാൻ ആഗ്രഹിച്ച അതേ വെള്ളത്തിലേക്ക്. തീർച്ചയായും ഇസ്രായേലി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഞങ്ങളുടെ ക്രിസ്ത്യൻ സുഹൃത്തുക്കളോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ നടക്കുക മാത്രമല്ല, വെള്ളത്തിന് മുകളിലൂടെ നടക്കുകയും ചെയ്തുവെന്ന് അവർ പറഞ്ഞു. അത് സത്യമല്ല. ഞങ്ങൾ വെള്ളത്തിൽ നടന്നില്ല. പക്ഷെ അതിനുശേഷം ഞങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ വ്യാപാരം ഇരട്ടിയാക്കി, സഹകരണം മൂന്നിരട്ടിയാക്കി. എനിക്ക് വിവരിക്കാൻ തുടങ്ങാൻ കഴിയാത്ത വിധത്തിൽ, ചില വിധങ്ങളിൽ ഞാൻ വിവരിക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഞങ്ങളുടെ ധാരണകളെ നാലിരട്ടിയാക്കി. പക്ഷെ ഞങ്ങൾ രണ്ടുപേർക്കും ഇടയിലും, ഞങ്ങളുടെ രണ്ട് രാജ്യങ്ങൾക്കിടയിലും, ഞങ്ങളുടെ രണ്ട് ജനതകൾക്കും ഇടയിലും വ്യക്തിപരമായി ഒരു അത്ഭുതകരമായ സൗഹൃദമാണിത്. ഇന്ന് രാവിലെ എൻ്റെ ഭാര്യ സാറയും ഞാനും നിങ്ങളെ വിമാനത്താവളത്തിൽ സ്വാഗതം ചെയ്തു. നിങ്ങൾ പടികൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ആലിംഗനം കാരണം പ്രധാനമന്ത്രി മോദിയുടെ വ്യക്തിപരമായ ആലിംഗനം സവിശേഷമാണ്. ഇത് ലോകമെമ്പാടും മോദി ഹഗ് എന്നറിയപ്പെടുന്നു. ഒരാളെ മുറുകെ കെട്ടിപ്പിടിക്കുമ്പോൾ അതൊരു ഷോ അല്ലെന്ന് നിങ്ങൾക്ക് ശരിക്കും അറിയാം. അത് യാഥാർത്ഥ്യമാണ്. അതിനെ മോദി ഹഗ് എന്ന് വിളിക്കുന്നു. നെസറ്റിലെ ഓരോ അംഗത്തിനു വേണ്ടി ഞാൻ ആലിംഗനം നിങ്ങൾക്ക് തിരികെ നൽകാൻ ആഗ്രഹിക്കുന്നു. അത് നമുക്കിടയിലെ ധീരമായ വ്യക്തിപരമായ സൗഹൃദത്തെ മാത്രമല്ല സൂചിപ്പിക്കുന്നത്, നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഊഷ്മളതയെയും അത് പ്രതിഫലിപ്പിക്കുന്നു. ഇന്ത്യ 1.5 ബില്യൺ ജനങ്ങളുള്ള ഒരു ഭീമൻ ശക്തിയാണ്. ഇസ്രായേൽ അല്പം ചെറുതാണ്. പക്ഷേ ഇസ്രായേൽ ഒരു ഭീമൻ സൂപ്പർ പവറാണ്. അത് ആത്മാവിൽ ഒരു ഭീമനാണ്, പ്രവർത്തനങ്ങളിൽ ഒരു ഭീമനാണ്, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാണ്. നമുക്കിടയിലുള്ള സഖ്യം നമ്മുടെ ഓരോ രാജ്യത്തിന്റെയും ശക്തികളുടെ ഒരു വലിയ ഗുണിതമാണ്. അത് ആത്മാവിന്റെ ഗുണിതവും പ്രവർത്തനങ്ങളുടെയും കഴിവുകളുടെയും ഗുണിതവുമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള രണ്ട് പുരാതന നാഗരികതകളാണ് നമ്മൾ. ഭൂമിയിൽ മനുഷ്യ നാഗരികത വളർന്ന സ്ഥലങ്ങൾ നോക്കിയാൽ അത് കുറച്ച് സ്ഥലങ്ങളിൽ വികസിച്ചു. അതിൽ പ്രധാനം സിന്ധു നദീതടവും ജോർദാൻ താഴ്വരയുമാണ്.
മഹത്തായ കാര്യങ്ങൾ വികസിച്ച സ്ഥലങ്ങളാണിവ. മഹത്തായ ആത്മീയ കാര്യങ്ങൾ, ആശയപരമായ കാര്യങ്ങൾ, ഹൃദയത്തിന്റെയും മനസ്സിന്റെയും കാര്യങ്ങൾ, ധാർമ്മികത. നമ്മൾ രണ്ട് പുരാതന നാഗരികതകളാണ്. തലമുറകളുടെ യാത്രയിലൂടെ നമുക്ക് സഞ്ചരിക്കേണ്ടി വന്നു, പ്രശ്നങ്ങളും വെല്ലുവിളികളും നേരിടേണ്ടി വന്നു. എന്നിരുന്നാലും ഏകദേശം 80 വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ഒരേ സമയം നമ്മൾ രണ്ടുപേരും ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചിതരായി സ്വാതന്ത്ര്യം നേടി. ഞങ്ങൾക്ക് വളരെയധികം പൊതുവായ താല്പര്യങ്ങളുണ്ട്. നമ്മൾ രണ്ട് ജനാധിപത്യ രാജ്യങ്ങളാണ്. നിങ്ങളൊരു ഭീമൻ ജനാധിപത്യമാണ്. ഇസ്രായേലും അങ്ങനെ തന്നെ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ കടന്നുപോയ കാര്യങ്ങളെക്കുറിച്ചും വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രമേ നേരിട്ടുള്ളൂ എന്ന് ഞാൻ കരുതുന്ന വെല്ലുവിളികളിൽ നിന്ന് നമ്മുടെ ജനാധിപത്യത്തെ എങ്ങനെ സംരക്ഷിച്ചു എന്നതിനെ കുറിച്ചും ചിന്തിക്കുക. ഞങ്ങളുടെ ആയമേറിയ സഖ്യം, ഞങ്ങൾ സൃഷ്ടിച്ച ശക്തമായ തന്ത്രപരമായ തുറന്ന സഖ്യം കൂടുതൽ ആയത്തിലാക്കുകയാണ്. നമ്മൾ രണ്ടു രാജ്യങ്ങളും അവരുടെ ശക്തിയുടെ ഉന്നതിയിലാണ്. ഇസ്രായേൽ എക്കാലത്തെക്കാളും ശക്തമാണ്. ഇന്ത്യ എക്കാലത്തെക്കാളും ശക്തമാണ്. മിസ്റ്റർ സ്പീക്കർ, നിങ്ങളുടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഞാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറഞ്ഞു, ഇന്ത്യയിൽ നിന്ന് വരുന്ന എല്ലാ വാർത്തകളും ഞാൻ വ്യക്തിപരമായി പിന്തുടരുന്നു. ഇന്ത്യ ഇപ്പോൾ ലോകത്ത് ഇത്രയധികം ഉയർന്ന റാങ്കിലാണ്, ഉയർന്ന സ്ഥാനത്താണ്. ഇന്ത്യ ഇപ്പോൾ മറ്റൊരു ലക്ഷ്യം നേടിയിരിക്കുന്നു. ഒന്നാമതായി നരേന്ദ്രൻ അത് ചെയ്തു. അദ്ദേഹത്തോടൊപ്പം ഇന്ത്യൻ ജനതയും എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ നേതൃത്വത്തിന് കീഴിലുള്ള 12 വർഷങ്ങളിൽ നിങ്ങൾ പരിഷ്കാരങ്ങൾ ആരംഭിച്ചു, അടിസ്ഥാന സൗകര്യങ്ങളിൽ നിക്ഷേപിച്ചു, തൊഴിൽ, ആരോഗ്യം, കൃഷി, ക്ഷേമം, ജീവിത നിലവാരം, ഊർജം, സാങ്കേതിക വിദ്യ, നവീകരണം എന്നിവയിൽ നിങ്ങൾ പ്രവർത്തിച്ചു. ഇന്ത്യ ഒരു ബഹിരാകാശ ശക്തിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഒന്നാണ്. ആകാശമല്ല പരിധി. പക്ഷേ വെല്ലുവിളികൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്നിരുന്നാലും എന്റെ സുഹൃത്തെ, നിങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഒരു ഏഷ്യൻ സിംഹമായി ലക്ഷ്യത്തിലേക്ക് കൊതിക്കുന്നു. കൂടുതൽ വളർച്ച, കൂടുതൽ പുരോഗതി, കൂടുതൽ സമൃദ്ധി. എന്റെ സുഹൃത്ത് നരേന്ദ്രൻ, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒക്ടോബർ 7 ഭീകരമായ കൂട്ടക്കൊലയ്ക്ക് തൊട്ടു പിന്നാലെ നിങ്ങൾ വളരെ വ്യക്തമായി, വളരെ ധാർമ്മികമായി, വളരെ നിശിതമായി ഇസ്രായേലിനൊപ്പം നിലകൊണ്ടതിനാൽ ഈ സഭയിലും ഇസ്രായേലിലെ പൊതുജനങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നത് ആഴത്തിലുള്ള അഭിനന്ദനമാണ്. അത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഞങ്ങൾ എന്തിനെ എതിർക്കുന്നുവെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ ലോകത്തിലെ പലരും ഒരുപക്ഷെ താൽക്കാലികമായ പ്രാരംഭ സഹതാപത്തോടെ വളരെ വേഗത്തിൽ എല്ലാം മറന്നു. റാഡിക്കൽ ഇസ്ലാമിനെതിരെ ഇസ്രായേൽ നിലകൊള്ളുന്നു. റാഡിക്കൽ ഇസ്ലാമിന്റെ ജന്മസ്ഥലം മിഡിൽ ഈസ്റ്റ് ആണ്. എന്നാൽ ഈ മതഭ്രാന്തിന്റെ അഗ്നിപർവ്വതത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ച ലാവ എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും എല്ലാ രാജ്യങ്ങളിലേക്കും അതിവേഗം പടരുന്നു. ഇസ്രായേലിനെ പോലെ ഇന്ത്യയും നിരപരാധികളുടെ ജീവൻ അപഹരിച്ച കടുത്ത തീവ്രവാദ ആക്രമണങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യ സാരയും മുംബൈ സന്ദർശിച്ചപ്പോൾ ആ കൊലപാതക ആക്രമണം നടന്ന അതേ പ്രശസ്തമായ ഹോട്ടലിലായിരുന്നു ഞങ്ങൾ. അവിടെ നിന്ന് ഏതാനും മീറ്ററുകൾ നടന്ന് ജവാദ് സെന്ററിലെത്തി. അവിടെ വെച്ചാണ് നിന്ദ്യരായ തീവ്രവാദികൾ മൊയ്ഷെ എന്ന ആൺകുട്ടിയുടെ 2 യുവ മാതാപിതാക്കളെ കൊലപ്പെടുത്തിയത്. പിന്നെ ആരാണ് മൊയ്ഷയെ രക്ഷിച്ചത്? മൊയ്ഷയെ രക്ഷിച്ചത് അദ്ദേഹത്തിന്റെ ഇന്ത്യൻ ജ്ഞാനി ആയിരുന്നു. അതും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ഇന്ത്യ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ കേസുകളിൽ ഇസ്രായേൽ ഇന്ത്യയെ പിന്തുണയ്ക്കുന്നു. ക്രൂരതയ്ക്കെതിരായ ഒരു പ്രതിരോധ മതിലായി ഇസ്രായേൽ പ്രവർത്തിക്കുന്നുവെന്ന് ഇന്ത്യ ഇസ്രായേലിനെ അറിയിക്കുന്നു. കൂടാതെ നമ്മളെ തന്നെ സംരക്ഷിക്കുന്നതിനായും പരിഷ്കൃത ലോകത്തിന്റെ സേവനത്തിനുമായി ഞങ്ങൾ ഇത് ഒന്നാമതായി ചെയ്യുന്നു. ഇന്ത്യയെ പോലെ ഇസ്രായേലും അപകടങ്ങൾ നിറഞ്ഞ ഒരു വന്യപ്രദേശത്ത് ജനാധിപത്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ഒരു കോട്ടയാണ്.
ഒക്ടോബർ 7 കൂട്ടക്കൊല അസത്നിഗ്ധമായി വ്യക്തമാക്കി. ഒന്നുകിൽ ജിഹാദിസ്റ്റ് തിന്മയുടെ അച്ചുതണ്ട് നമ്മെ തകർക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ തകർക്കും. നമ്മൾ അത് തകർക്കുകയാണ്, തകർക്കുക തന്നെ ചെയ്യും. നമ്മുടെ പോരാളികളുടെ വീരത്വത്തിന് നന്ദി. പുരുഷ വനിതാ പോരാളികൾ, നമ്മുടെ കമാൻഡർമാർ, എന്തൊരു വീരത്വം. എന്റെ സുഹൃത്ത് നരേന്ദ്ര, സമയമുണ്ടെങ്കിൽ അവരിൽ ചിലരെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ അവരെ കാണണം, ഞങ്ങളുടെ പരിക്കേറ്റവരെ. അവരിൽ ചിലർ അംഗവൈകല്യമുള്ളവരാണ്. അവരിൽ ഒരാളുണ്ട്, ഇന്ന് രാത്രി ഞാൻ അവന്റെ ചിത്രം കൊണ്ടുവരാം. ഞാൻ അത് നിങ്ങളെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അവന്റെ പേര് അരി എന്നാണ്. ഇസ്രായേലിന്റെ ഒരു നായകൻ. ഞങ്ങളുടെ പോരാളികളുടെ വീരത്വത്തിനും ഇസ്രായേൽ ഗവൺമെന്റ് എടുത്ത ധീരമായ തീരുമാനങ്ങൾക്കും നന്ദി. ഞങ്ങളുടെ പൗരന്മാരുടെ ദൃഢനിശ്ചയത്തിനും നന്ദി. ഇവയ്ക്കെല്ലാം നന്ദി. യുദ്ധത്തിന്റെ 7 മുന്നണികളിൽ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ഞങ്ങൾ തിരിച്ചടി നൽകി. പക്ഷേ എന്റെ പ്രിയ സുഹൃത്തെ, ഞങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വന്നു. എന്റെ പ്രിയ സുഹൃത്തെ, ഇന്ത്യൻ വംശജരായ കുടുംബങ്ങളിൽ നിന്നുള്ള പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെയുള്ള പോരാളികളും യുദ്ധത്തിൽ വീണുപോയെന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. വീണുപോയ ഞങ്ങളുടെ എല്ലാ വീരന്മാരോടൊപ്പം അവരുടെ ഓർമ്മയ്ക്കായി ഞങ്ങൾ തലകുനിക്കുന്നു. നമ്മുടെ പ്രതിരോധ യുദ്ധം ഏറ്റവും നീതിയുക്തമായ ഒരു യുദ്ധമാണ്. എന്നാൽ ഇത് യുദ്ധക്കളത്തിലെ യുദ്ധം മാത്രമല്ല, ഇത് സത്യത്തിനായുള്ള യുദ്ധമാണ്. ഇത് മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള യുദ്ധമാണ്. മനുഷ്യരാശിയുടെ ഭാവിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സെമിറ്റിസം വീണ്ടും തലപൊക്കുന്നതായി നാം കാണുന്നുവെന്ന് ഞാൻ പറയുന്നു. ഞങ്ങൾ 80 വർഷങ്ങൾക്ക് മുമ്പാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾ അത് കണ്ടു. ജൂതന്മാരിൽ നിന്ന് ആരംഭിച്ച എല്ലാ മനുഷ്യരാശിയെയും അപകടപ്പെടുത്തുന്ന ആന്റി സെമിറ്റിസം, ജൂതവിരുദ്ധതയുടെ തിരമാലകൾക്കും നമ്മുടെ നേരെ എറിയപ്പെടുന്ന നുടകൾക്കും മുന്നിൽ ഞങ്ങൾ തലകുനിച്ചിട്ടില്ല. പക്ഷേ നരേന്ദ്ര, ഈ പോരാട്ടത്തിലും ഞങ്ങൾ നിങ്ങളിലും ഇന്ത്യയിലും യഥാർത്ഥ സുഹൃത്തുക്കളെ കണ്ടെത്തി. ജൂതവിരുദ്ധത ഉയർന്നു വരുന്ന ഒരു ലോകത്ത് ഇന്ത്യ വേറിട്ട് നിൽക്കുന്നു. ഇന്ത്യൻ ഭരണകൂടം ജൂതന്മാരെ ഒരിക്കലും പീഡിപ്പിക്കാത്തതും സ്വാഗതം ചെയ്തതുമായ ഒരു നാഗരികത ആണ്. എന്റെ സുഹൃത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര എല്ലാ മാനവരാശിയെയും സ്വതന്ത്ര രാഷ്ട്രങ്ങളെയും ഭീഷണിപ്പെടുത്തുന്ന റാഡിക്കൽ ഇസ്ലാമിനെ നേരിടുമ്പോൾ നമ്മൾ ഒരുമിച്ചൊരു സഖ്യം കെട്ടിപ്പടുക്കും. മിതത്വം, പുരോഗതി, അന്തസ്സ്, പരസ്പര ബഹുമാനം എന്നിവയ്ക്കായി വാദിക്കുന്ന രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം. ജീവിതത്തെ വിശുദ്ധീകരിക്കുകയും മരണത്തെ ആരാധിക്കുകയും മധ്യകാലഘട്ടത്തിലെ ഇരുണ്ട ക്രൂരതയിലേക്ക് നമ്മെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നവർക്കെതിരെ പോരാടാൻ തയ്യാറാകുകയും ചെയ്യുന്ന രാഷ്ട്രങ്ങളുടെ ഒരു സഖ്യം. അടുത്ത ആഴ്ച ഞങ്ങൾ പുരിമിന്റെ അവധി ആഘോഷിക്കും. ജൂതജനത ബൈബിളിൽ നിന്ന് എസ്തറിന്റെ ചുരുൾ വായിക്കും. മിസ്റ്റർ സ്പീക്കർ, താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യയെ അവിടെ പരാമർശിക്കുന്നു. പുരാതന പേർഷ്യയുടെയും മീഡിയയുടെയും രാജ്യത്തിന്റെ വിവരണത്തിൽ ഇന്ത്യ മുതൽ എത്യോപ്യ വരെ നീണ്ടുനിന്ന ചുരുൾ അനുസരിച്ച് ഇന്ത്യയിൽ തലമുറകളായി ജൂത സമൂഹങ്ങൾ നിലനിന്നിരുന്നു. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം 10,000-കണക്കിന് ഇന്ത്യൻ വംശജരായ ജൂതന്മാർ ഇസ്രായേലിലേക്ക് വന്നിട്ടുണ്ട്. അടുത്തിടെ ഗവൺമെന്റിൽ ഇന്ത്യയിലെ ബിനൈ മെനാശെ സമൂഹത്തിന്റെ ഒരു ഭാഗത്തെ ഇസ്രായേലിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾ തീരുമാനിച്ചു. അവരുടെ പ്രതിനിധികളെ, പ്രിയപ്പെട്ട കുട്ടികളെ ഞങ്ങൾ കണ്ടുമുട്ടി. മാതാപിതാക്കളിൽ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ബിനൈ മെനാശെ അല്ല, ഞങ്ങൾ ബിനൈ ഇസ്രായേൽ ആണ്. കൃത്യമായി പറഞ്ഞാൽ ശരിയാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ ലയിക്കാനുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അവർ ഇസ്രായേലിലേക്ക് കുടിയേറുന്നത്. കാരണം സിയോണിസ്റ്റ് ദർശനത്തിന്റെ കാതലായി നിലകൊള്ളുന്നത് സിയോണിസത്തിനുള്ള ആഗ്രഹവും ഇസ്രായേൽ ദേശത്തിനായുള്ള ആഗ്രഹവുമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചില ആത്മാക്കൾ ഇത് മനസ്സിലാക്കിയിരുന്നു. ആദ്യകാലങ്ങളിൽ സയനിസത്തെ വളരെയധികം സഹാനുഭൂതിയോടെ കണ്ടിരുന്നു. അവരിൽ മഹാനായ ഇന്ത്യൻ കവി ടാഗോറും ഉൾപ്പെടുന്നു. 1-ാം ലോക മഹായുദ്ധത്തിനു മുമ്പും അതിനുശേഷവും ടാഗോർ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടി. തന്റെ വെളുത്ത താടിയുള്ള വ്യക്തിയെ ഇസ്രായേലിന്റെ പ്രവാചകന്മാരുമായി താരതമ്യം ചെയ്തവരുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്ന് പുറത്തു വന്നവർ നമ്മോട് സംസാരിച്ചു. ഇന്ത്യയിൽ നിന്ന് പുറത്തു വന്ന പുസ്തകങ്ങളും ടെക്നീയനിലെ ഗണിതശാസ്ത്ര ഫാക്കൽറ്റിയുടെ സ്ഥാപകരിൽ ഒരാളായിരുന്ന എന്റെ പരേതനായ അമ്മാവൻ പ്രൊഫസർ എലിഷ നെതന്യാവു ഇന്ത്യൻ ഗണിതശാസ്ത്രജ്ഞരെ കുറിച്ച് അമ്മാവൻ എലിഷ എപ്പോഴും എന്നോട്
ആരാധനയോടെ സംസാരിച്ചു. പ്രത്യേകിച്ച് അദ്ദേഹം രാമാനുജനെ പരാമർശിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ രാമാനുജന്റെ പ്രതിപാദനമായ കണ്ടെത്തലുകൾ ഗണിത ശാസ്ത്രത്തിന്റെ മുഖച്ഛായ മാറ്റിമറിച്ചതിനാൽ അദ്ദേഹത്തിന്റെ പലതവണ പരാമർശിച്ചു. രാമാനുജൻ ജനങ്ങളിൽ നിന്ന് വന്നതുപോലെ നിങ്ങൾ ജനങ്ങളിൽ നിന്ന് വന്നു, നിങ്ങൾ ജനങ്ങളിൽ നിന്ന് ഉയർന്നു, നിങ്ങളുടെ വേരുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയാമെന്നതിനാൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഉയർന്നു. ഇതെല്ലാം കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സംഭവിച്ചത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇന്ത്യയും ഇസ്രായേലും പൂർണ്ണമായി ബന്ധം സ്ഥാപിച്ചു. ഈ നയതന്ത്ര വൈത്തിരിവിന്റെ ഫലങ്ങളിലൊന്ന് ഇസ്രായേലി സഞ്ചാരികളുടെ കിഴക്കൻ രാജ്യങ്ങളിലേക്കുള്ള നീക്കമാണ്. ചെറുപ്പക്കാരും പ്രായമായവരുമായ 10,000-കണക്കിന് ഇസ്രായേലികൾ എല്ലാ വർഷവും ഇന്ത്യ സന്ദർശിക്കുന്നു. അവർ ഇന്ന് നിലനിൽക്കുന്ന പുരാതന സാംസ്കാരിക പൈതൃകത്തെ ആരാധിക്കുന്നു. ഇന്ത്യയെ ആരാധിക്കുന്ന പലരും ഇന്ത്യയെ സ്വീകരിക്കുന്നു, ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. അവരിൽ ഒരാൾ ഞാനാണ്. എന്റെ ഭാര്യയും ഇവിടെയുണ്ട്. ഞങ്ങൾക്കൊരു മടക്ക സന്ദർശനം വേണം. ഞാൻ ഇതിനകം അത് നേടി. ആദ്യത്തെ നയതന്ത്ര നേട്ടം, ഞങ്ങൾ സർക്കാരിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ സർക്കാരിലേക്ക് കൊണ്ടുവരിക മാത്രമല്ല, ഇസ്രായേൽ സർക്കാരിനെയും ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. നിങ്ങളുടെ ഇസ്രായേൽ സന്ദർശനത്തിലൂടെ വ്യക്തിപരവും രാഷ്ട്രീയവുമായ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കും. കാരണം നമ്മൾ ഒരുമിച്ച് ചരിത്രപരമായ ഒരു തലത്തിലാണ് നീക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സുരക്ഷ വെല്ലുവിളികളെയും സുരക്ഷ അവസരങ്ങളെയും സംബന്ധിച്ചും ഇത് തീർച്ചയായും സംഭവിക്കുന്നു. എന്നാൽ സുരക്ഷയിൽ മാത്രമല്ല, സമ്പദ് വ്യവസ്ഥ, വ്യാപാരം, ഊർജം, സാങ്കേതിക വിദ്യ, സൈബർ, കൃത്രിമ ബുദ്ധി, ബഹിരാകാശം എന്നിവയിൽ ഞങ്ങൾ നൂതനമായ പ്രവർത്തന അച്ചുതണ്ടുകൾ സൃഷ്ടിക്കുന്നു. ബഹിരാകാശത്തും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇതിനെക്കുറിച്ച് പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് IMEC സംരംഭം വികസിപ്പിക്കുന്നു. ഇത് ഇന്ത്യയെ അറേബ്യൻ ഉപദ്വീപിലൂടെ ഹൈഫ തുറമുഖത്തേക്കും ഇവിടെ നിന്ന് മെഡിറ്ററേനിയൻ, യൂറോപ്പ് എന്നിവിടങ്ങളിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു സമുദ്രകര ഇടനാഴിയാണ്. സ്ഥിരതയുള്ളതും സുരക്ഷിതവുമായ രാജ്യങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ IMEC ഈ സമുദ്രകര ഇടനായി നിലനിൽക്കാനും അഭിവൃദ്ധി പ്രാപിക്കാനും കഴിയൂ. ഇന്ത്യയെയും ഇസ്രായേലിനെയും അപേക്ഷിച്ച് ഈ അച്ചുതണ്ടിൽ ശക്തവും സുരക്ഷിതവുമായ ഒരു രാജ്യങ്ങളില്ല. അതിനാൽ ഹൈഫ തുറമുഖം വഴി ഏഷ്യക്കും യൂറോപ്പിനും ഇടയിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയായി ഇസ്രായേൽ മാറാനുള്ള നിങ്ങളുടെ പ്രതിബദ്ധതയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഈ സന്ദർശനത്തിൽ ടൂറിസം, സംസ്കാരം, കൃഷി, ജലം, ഡീസലൈനേഷൻ എന്നിവയിലും ഞങ്ങൾ കരാറുകൾ നടപ്പിലാക്കും. അബ്രഹാം ഉടമ്പടികളുടെയും സമാധാനത്തിന്റെയും ആത്മാവിൽ പുതിയ സഖ്യങ്ങളുടെ വിപ്ലവം, പ്രാദേശിക സ്ഥിരത വർദ്ധിപ്പിക്കല്, പ്രതിരോധ ശേഷി, പുരോഗതി, സമൃദ്ധി എന്നിവ ശക്തിപ്പെടുത്തൽ എന്നിവ ഞങ്ങൾ തുടരും. ഞങ്ങൾ യാഥാർത്ഥ്യത്തോട് പ്രതികരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, മുമ്പത്തേക്കാൾ വലിയ ഒരു അടുപ്പത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നുമാണ് ഞങ്ങൾ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത്. എന്റെ സുഹൃത്ത് നരേന്ദ്ര 2017 ഇസ്രായേൽ സന്ദർശനത്തിന് ശേഷം ഇന്ത്യയിലെ ഗംഗാ നദിയിലും മെഡിറ്ററേനിയയിലും ധാരാളം വെള്ളം ഒഴുകിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഇരുവരും ഒരു അത്ഭുതകരമായ വേനൽക്കാല ദിനത്തിൽ കാലുകൾ നനച്ചു. എന്നാൽ അതിനുശേഷം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ നിരന്തരം ബന്ധം പുലർത്തുന്നു. ഞങ്ങൾ ഫോണിൽ ഡസൻ കണക്കിന് തവണ സംസാരിക്കുന്നു. വളരെ തുറന്നതും സൗഹാർദ്ദപരവുമായ സംഭാഷണങ്ങൾ, ഹൃദയത്തിന്റെ ഊഷ്മളതയോടെ, കപടമായ ഊഷ്മളതയോടെയല്ല. അന്നു മുതൽ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കുന്നതിനായി തുടർന്നു. രണ്ട് ജനതകൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഞങ്ങൾ വളർത്തിയെടുത്തു. അവയിൽ ഓരോന്നിലും വളരെയധികം ജിജ്ഞാസയും ധാരാളം കഴിവുകളും ഉണ്ട്. ഗുജറാത്ത് ജില്ലയിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം സന്ദർശിച്ചപ്പോൾ ഹൃദയസ്പർശിയായ അനുഭവം എനിക്ക് നന്നായി ഓർമ്മയുണ്ട്. നിങ്ങൾ വളർന്നത് അവിടെയാണ്. മോദി ഇസ്രായേലിലെ കാർഷിക പ്രതിഭ കണ്ടെത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്ന് അത് ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു. ഞങ്ങൾ ഗുജറാത്ത് സന്ദർശിച്ചപ്പോൾ ലക്ഷക്കണക്കിന് നിവാസികൾ തെരുവുകളിൽ നിന്നുകൊണ്ട്
ഇസ്രായേലിന്റെയും ഇന്ത്യയുടെയും പതാകകൾ വീശി ആഹ്ലാദിച്ചോ. ഈ കെട്ടിടത്തിന്റെ അത്രയും വലുപ്പമുള്ള ഹീബ്രുവിൽ ഒരു ഭീമൻ അടയാളവും ഉണ്ടായിരുന്നു. സ്വാഗതം എന്ന് ഹീബ്രുവിൽ എഴുതിയിരുന്നു. അപ്പോൾ ഇന്ന് വിശിഷ്ടാതിഥിയായി നിങ്ങൾ വീണ്ടും ഇസ്രായേലിൽ എത്തിയിരിക്കുന്നു. അതേ ഊഷ്മളമായ സ്വീകരണത്തോടെയും അതേ ഹൃദയ സാമീപ്യത്തോടെയും നിങ്ങളെ ഇവിടെ സ്വീകരിക്കുന്നു. 21-ാം നൂറ്റാണ്ടിൽ ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള സഖ്യത്തെ അഭൂതപൂർവമായ ഉയരങ്ങളിലേക്ക് ഞങ്ങൾ കൊണ്ടുവരും. ആ ദിവസം വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങൾ ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ബോളിവുഡിലെ അതിശയകരമായ കലാകാരന്മാരുടെ ഒരു പ്രകടനം നിങ്ങൾ കാഴ്ചവെച്ചോ. അതിനാൽ ആ ദിവസം വരുമെന്ന് ഞാൻ പറയുന്നു. അവർ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സാഹോദര്യത്തിന്റെ കഥയെക്കുറിച്ച് ഹോളിവുഡിൽ ഒരു സിനിമ നിർമ്മിക്കും. അതൊരു ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. പ്രധാനമന്ത്രി മോദി, എന്റെ പ്രിയ സുഹൃത്ത് നരേന്ദ്ര, നിങ്ങളെയും നിങ്ങളുടെ പരിവാരങ്ങളെയും എന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ അനുഗ്രഹിക്കുന്നു. ഇസ്രായേലിലും ജെറുസലേമിലും യഥാർത്ഥ സൗഹൃദത്തിലും യഥാർത്ഥ നന്ദിയിലും നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യട്ടെ. സ്വാഗതം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് എത്തിയ സമയത്ത് അവിടുത്തെ പാർലമെന്റില് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തൊട്ടരികിൽ ഇരുത്തിക്കൊണ്ട് പ്രസംഗിച്ചതിന്റെ പരിഭാഷ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. എന്തേ നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ ഈ ഒരു പ്രസംഗത്തെ കേൾക്കുക പോലും ചെയ്യാതെ മുന്നോട്ട് പോകുന്നത്? പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നില്ലേ? അവരുടെ കുടുംബങ്ങൾ ഇന്നും നമ്മുടെ കേരളത്തിലല്ലേ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്? ആ ഇസ്രായേലിൽ നിന്ന് അതിന്റെ ഒരു വിഹിതം നമ്മുടെ കേരളത്തിലേക്ക് ഇസ്രായേലിലെ മലയാളികൾ എത്തിക്കുന്നില്ലേ? അതിന്റെ നന്ദിയെങ്കിലും കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾക്കൊന്ന് കാണിച്ചുകൂടെ? ഇതിപ്പോ നമ്മുടെ രാജ്യത്തിനെതിരെയും നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെയും ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഏതെങ്കിലും ഒരു തുക്കടാ സംഘടനയുടെ ഏതെങ്കിലും ഒരു തുക്കടാ നേതാവ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അന്തിച്ചർച്ചാ വിഷയത്തെ കുറിച്ച് നമ്മുടെ മാധ്യമങ്ങൾ നടത്തും. അതേ സമയത്ത് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലോകം തന്നെ ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗത്തെ ഉറ്റുനോക്കി, നരേന്ദ്രമോദിയെ ലോകം തന്നെ ആരാധനയോടെ നോക്കിക്കണ്ടൊരു പ്രസംഗത്തെ കുറിച്ച് പ്രമുഖ മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടുന്നില്ല എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയുക. നമ്മുടെ പ്രധാനമന്ത്രിയിൽ ഓരോ ഭാരതീയരും അഭിമാനിക്കാം. ലോകത്തിന്റെ ഏത് കോണിലെത്തിയാലും നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണ്ടി കൈയടിക്കാൻ ലോക നേതാക്കൾ മത്സരിക്കുന്ന സുന്ദരമായ നിമിഷമാണ് നിങ്ങൾ ഈ കണ്ടിട്ടുള്ളത്.